Good morning. So, നമ്മൾ ഇന്നലെ എയുടെ പല മേഖലകളിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷനിൽ എങ്ങനെയാണെന്നും എഡ്യൂക്കേഷൻ ടെക്നോളജിയെ എങ്ങനെയാണ് എന്ന് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ്. So basically, as we all know, and she was speaking about computers, നമുക്കറിയാവുന്ന പോലെ ഏത് ടെക്നോളജിയും അതൊരു ജനറൽ പർപ്പസ് ടെക്നോളജി ആകുമ്പോഴാണ് ഒരുപാട് അഡോപ്ഷൻ വരുന്നത്. കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസ് എടുക്കാം. കമ്പ്യൂട്ടിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇറ്റ് വാസ് ലിമിറ്റഡ് ഓൺലി ടു വെരി ഫ്യൂ പീപ്പിൾ. But when computers started doing many other things, which currently we do, right, then it becomes a very popular thing. Same is the case with AI. AI is actually not very new. Many of you know about it. അതായത് when I did my college in mid-80s, ആ സമയത്തും AI ഉണ്ടായിരുന്നു. അന്ന് അതിനെ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ എക്സ്പേർട്ട് സിസ്റ്റംസിൽ പർട്ടിക്കുലർ പർപ്പസിന് മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളിത് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലേക്കും വന്നപ്പോഴാണ് എഐയുടെ അഡോപ്ഷൻ വളരെ ഹൈ ലെവലിലേക്ക് വന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതെങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ ടാലൻറ്റ് ഡെവലപ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാവുന്നത്, ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും സ്കെയിലപ്പുകൾക്കും ഇത് എങ്ങനെയാണ് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത് എന്നാണ് ഞാനൊരു അടുത്ത ഒരു 15-20 minutes I would like to speak about that. Yeah, primarily I would like to look at three things. ഒന്ന്, നമ്മളിപ്പോൾ എഐയെ കുറിച്ചാണല്ലോ എപ്പോഴും സംസാരിക്കുന്നത്. എഐ വരുന്ന മാറ്റങ്ങൾ, എഐ ആക്സിലറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ആക്സിലറേഷൻ മാത്രമാണോ? ഇറ്റ്സ് ജസ്റ്റ് എ ട്രാൻസാക്ഷണൽ ചേഞ്ച് ആണോ? അതോ അതൊരു ഫണ്ടമെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. കാര്യം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യുന്നവരാണെങ്കിലും ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ മാറ്റേണ്ട ആവശ്യമുണ്ട്. So that's something which we'll look at the first. When technology enabled revolution which is happening, how is it, whether it is transactional or transformative? And then we move to the specific theme which is for this particular session, that is about the educational strategies for this world and why it is so. And then we move to the how do you bridge the divide? There is a big divide happening, we all know that. And what is the role of startups or more importantly scale-ups to do that? ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. സോ ദി ഫസ്റ്റ് പോയിന്റ് വിച്ച് ഐ വാണ്ടഡ് ടു പുട്ട് ഫോർവേഡ് ഈസ് ഇറ്റ് ജസ്റ്റ് എ ട്രാൻസാക്ഷണൽ ചേഞ്ച് ഓർ ഈസ് ദർ എ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ്? കാര്യം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഈവൻ യങ്സ്റ്റേഴ്സ് ആയിട്ട് പോലും വളർന്നു വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേൾഡ് സാഹചര്യമാണ്. കഴിഞ്ഞൊരു 100 കൊല്ലമായിട്ട് ലോകം കണ്ടുകൊണ്ട് പരിചയപ്പെട്ടിരുന്നതും നമുക്ക് പരിചയമുള്ളതും ഒരു ഇൻഡസ്ട്രിയൽ വേൾഡ് ലോകത്താണ്. ആൻഡ് ദാറ്റ് വേൾഡ് ഈസ് അബൌട്ട് കോമ്പറ്റീഷൻ, ദാറ്റ് വേൾഡ് ഈസ് അബൌട്ട് മാസ്, ദാറ്റ് വേൾഡ് ഈസ് അബൌട്ട് ഹ്യൂജ്, എവറിഥിങ് ഈസ് ഹ്യൂജ്, എവറിഥിങ് ഈസ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് വേൾഡിൽ നിന്ന് നമ്മളൊരു പേഴ്സണലൈസ്ഡ് വേൾഡിലേക്കാണ് മാറുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഒരു ക്ലാസ് റൂമിൽ പോവുകയാണെങ്കിൽ പലപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആകുമ്പോഴാണ് നമുക്കത് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് കാണാത്തത്. അതേസമയം ഒരു ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴാണ് വി ആക്ച്വലി ലൈക്ക് ടു ഡൂ ദാറ്റ്. സോ ദാറ്റ് ഈസ് പ്രൈമർലി വെയർ ദ ഷിഫ്റ്റ് ഹാസ് ഹാപ്പൻ ഫ്രം centralization to a decentralization, from a massification to what we call as personalization. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫിനോമിനനാണ്. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് ഇന്ത്യയിൽ 1000 പേരിൽ 7 പേർക്ക് മാത്രമായിരുന്നു ഒരു ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 100-ൽ 30 പേരായി. പക്ഷെ അതിനേക്കാൾ എത്രയോ നമുക്ക് കൂടേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു നമ്പർ കൂടുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ട് എന്നതൊരു വലിയ ക്വസ്റ്റ്യനാണ്. And that is primarily because we were actually gone for this standardization. If you ask each of us, നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസേഷൻ ആണ് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സ് ഇട്ട് വന്നേനെ. Since we like different type of a color dresses, different type of a dress, because we don't want standardization. The vehicles which we own, the things which we own, we try to create variety in that. But when it comes to education, it is very standard.
ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഡിജിറ്റൽ വേൾഡ് ആക്ച്വലി മൂവ്സ് ഫ്രം ഹൈ ലെവൽ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ടു ഹൈ ലെവൽ ഓഫ് എ പേഴ്സണലൈസേഷൻ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, this also create a different world where we are moving from a world of competition to a world of collaboration. In fact, I was talking to one of the founders just half an hour back, and he was giving his own experience of how he created an ecosystem for e-com companies, and in the process how he has actually developed a very, very vibrant community to succeed. Adayathu, he was an expert in e-com, but while his expertise in e-com, he found that if you really wanted to scale it up, ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ട്. ഇതൊരു പുതിയ തോട്ടാണ്. ഈ തോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇനിയത്തെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്റ്റാർട്ടപ്സിൻ്റെയും സ്കെയിലപ്സിൻ്റെയും നിതാന്തം എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീഷൻ അല്ല നമ്മുടെ മുമ്പിൽ വേണ്ടത്, നമുക്ക് കൊളാബറേഷനാണ് വേണ്ടത്, നമുക്ക് കളക്റ്റീവായിട്ടുള്ള എക്കോസിസ്റ്റം ബിൽഡപ്പാണ് വേണ്ടത് എന്നാണ്. ഇതൊരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റാണ്. ഈ ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്നു. ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ജിപേ. ഫോർ എക്സാമ്പിൾ, ജിപേയുടെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് UPI is actually developed through a collaborative effort of multiple companies, multiple volunteers. It's not developed by a single company per se, even though it's currently managed by a single company. So many things which we currently have made big differences or making differences comes through this sort of a collaboration. So when a startup is actually thinking about scaling up, if you are looking at a digital world of technology, ടെക്നോളജി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഉപയോഗിക്കാവുന്നത് അറിയാവുന്നതാണ്. പക്ഷേ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഷിഫ്റ്റും കൂടി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ഓൺലി വി വിൽ ആക്ച്വലി സക്സീഡ് ഇൻ ദ ന്യൂ എക്കോണമി പെർ സെ. സോ ദാറ്റ് മൂവ്മെൻറ്റ് ഫ്രം ഓയിൽ എക്കോണമി ടു എ ഡേറ്റ എക്കോണമി, ആൻഡ് almost all youngsters sitting here, you're all going to be the leaders in this data economy. So data economy cannot be worked with the oil economy thinking. Oil economy thinking il eppozhum oru competition, lack of collaboration, fundamental factors like land, labor okkeyana adil. But when it move to the new world of creator economy, the world is completely different as such. So the question is that how do we lead transformation to this economy, and is our education systems and the solutions which you provide, can they be capable to meet the talent to drive the transformation? This is a 30,000 view of the change which is happening in the AI world per se. ഇത് പൂർണ്ണമായിട്ടും ഓയിൽ എക്കോണമി ഡേറ്റ എക്കോണമിയിലേക്ക് മാറിയിട്ടില്ല, പക്ഷേ ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ മുമ്പിൽ ഓൾറെഡി എവിഡൻ്റ് ആണ്. Now let's come back to specific on to the AI. ഇന്നലെ നിങ്ങൾ AI കുറിച്ച് ഒരുപാട് ഇവിടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മാസം മുമ്പ് ഇന്ത്യയിൽ ഒരു വലിയൊരു AI സമ്മിറ്റ് നടന്നു. ഇന്ത്യ AI റെസ്പോൺസിബിൾ AI ഹബ്ബ് ആക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അറിയാവുന്ന പോലെ AI is actually displacing the jobs. So നീതി ആയോഗ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു AI റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. That report says that around 170 million jobs, that means around 17 കോടി ജോലി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും ലോകത്ത്. അതിൽ തന്നെ ഏകദേശം around 9 crores jobs will lost. So you are primarily increasing a large set of newer jobs, existing jobs will vanish. So നീതി ആയോഗ് റിപ്പോർട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളതുമാണ്. ഒന്ന്, there is a massive job displacement. IT jobs, especially first layer of IT jobs like testing jobs and all, is actually getting displaced. There are challenges in the current AI education, and example is there down. നമുക്ക് ഈ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഡയഗ്രാം അവിടെ നിന്ന് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒന്ന്, എയുടെ എത്രമാത്രം പബ്ലിക്കേഷൻസും പേറ്റൻസുമാണ് ലോകത്തുണ്ടാവുന്നത് എന്നതാണ്. അതിൽ താഴെ കാണുന്ന ലൈനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റ് മേളിലുള്ളത് റെസ്റ്റ് ഓഫ് ദി ലൈക്ക് ചൈന, യൂറോപ്പ് ആൻഡ് US. Then when it comes down, that is what India is. Same is the case with the AI patents as such. So ഇത് രണ്ടും കാണിക്കുന്നത് നമ്മൾ AI ഹബ് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നതാണ്. We neither have the knowledge base to create large scale AI, neither we have the patents or inventions to make the higher AI. നമ്മളിപ്പോൾ ചെയ്യുന്നത്
ടൂളുകൾ, അവൈലബിൾ ആയ ടൂളുകളെ കൊണ്ട് നമ്മൾ കുറേയേറെ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു ലീഡ് ഇൻ ദ AI പെർ സെ. സോ എഡ്യൂക്കേഷന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു യൂസേജിനോടൊപ്പം തന്നെ ഹൗ ഡു യു ക്രിയേറ്റ് ഡീപ്പർ AI മോഡൽസ് പെർ സെ. കാര്യം ഇന്ന് ഒരുപക്ഷെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ AI വേൾഡിൽ വറി ചെയ്യുന്ന ഒരു കാര്യമാണ് സോവറിൻ AI എന്ന് പറയുന്നത്. ഇന്നത്തെ AI ടൂൾസ് മുഴുവൻ ഒന്നോ രണ്ടോ പ്ലാറ്റ്ഫോമുകളിൽ അടിസ്ഥിതമാണ്. ആ പ്ലാറ്റ്ഫോമുകൾ ചില ജോഗ്രഫിക്കൽ ലൊക്കേഷനുള്ളവർക്ക് മാത്രമുള്ളവയാണ്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നവയാണ്. So how do we actually happen? Suppose tomorrow OpenAI decided not to give it to India, for example. And you may be thinking that this is a surprising thing. That happened actually, right? Microsoft ഒരു particular periodil ഒരു particular രാജ്യത്തേക്ക് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. അതേപോലെ OpenAI നാളെ അല്ലെങ്കിൽ വാട്സപ്പ് നാളെ തരുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അഫക്റ്റഡ് ആവും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. So that's why there is a need for us to create our own AI models, our own AI solutions. Sarvam AI is one of the good attempts to do that. I'll come back to that little later. So primarily, there is a skill gap and there is a lagging AI education per se. So the question is that if you look at the talent development or education, there is a need for a rethink. And when you think about rethink, there is a possibility of a large scale opportunity also. And what is this large scale opportunity I am speaking about? ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 100 വർഷം പുറകോട്ട് പോയാൽ മതി. കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിന് മുമ്പ് 1900-ന്റെ തുടക്കത്തിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന സമയത്ത്, ഓട്ടോമൊബൈൽ വന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് It's not moving here. ഇവിടെ വരുന്നില്ല. Yeah, okay. Now it's okay. So basically ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇന്ന് നമുക്ക് പരിചിതമായ ജോലികളാണ്. ഈ ജോലികളെല്ലാം വന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന ശേഷമാണ്. ഉദാഹരണമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന ശേഷമാണ് ഓട്ടോമൊബൈലോ മൊബൈലിറ്റിയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറേയേറെ യൂസേജസ് ഉണ്ടായി. അത് ട്രേഡ് ആവാം, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, ലോജിസ്റ്റിക്സ് ആവാം, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആവാം. അങ്ങനെ ഒരു വലിയൊരു യൂസേഴ്സ് ഉണ്ടായി. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നു. ദാറ്റ് ഈസ് പ്രൈമർലി വാട്ട് ഡ്രൈവേഴ്സ് ആൻഡ് അതേഴ്സ് കെയിം. ദെൻ ടെക്നീഷ്യൻസ് who correct that came. Then you have makers of that, like കാർ ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, സ്റ്റീൽ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നു. ഇതേപോലെ മറ്റൊരു സൈഡിൽ ഇതേപോലൊരു ട്രാൻസ്ഫോർമേഷനാണ് AI കൊണ്ടുവരുന്നത്. ആ ട്രാൻസ്ഫോർമേഷനിൽ അത് അപ്ലൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പുതിയ സെറ്റ് ഓഫ് ജോബ്സ് നമ്മുടെ മുമ്പിൽ വരും. അതോടൊപ്പം തന്നെ AI ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന RPA പോലെയുള്ള ടെക്നോളജീസ് ആവശ്യമുള്ളവർ. Then you have AI programmers. Then just like engineers who develop cars, you also really require ML experts and designers and engineers who do that. Then you also require data engineers. And then you also require fundamental mathematicians and algorithm developers. എങ്ങനെയാണോ സയൻറ്റിസ്റ്റും മെൻറ്റേഴ്സും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് വളരെ കുറച്ചെണ്ണമേ ഉണ്ടാവുള്ളൂ. അത് കൂടുതൽ പേരും വരുന്നത് യൂസേഴ്സിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ലേൺ ടു വർക്ക് വിത്ത് AI എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരും. So much so that the NCVT actually predicts that there is 1 billion people. ശരിക്കും പറഞ്ഞാൽ എട്ടെക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ആസ് പെർ ദി NCVT's model, by 2030 we need to make 1 billion people in India aware of AI. We need 20 million experts who know how to use AI for productive purposes. അതായത് ജസ്റ്റ് അവയർനെസ് അല്ല, അവർക്കത് AI ഉപയോഗിച്ച് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. ആൻഡ് ദെൻ ദർ ഈസ് 1 million people who know how to build this. അതിൽ അവയർനെസ്സിൻ്റെ കാര്യം വിട്ടു കഴിഞ്ഞാൽ മറ്റു രണ്ടും നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് AI നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം when the world is moving from a legacy to newer model, you really require that sort of a change.
But having said this, when you look at the data, we see that in India, when the requirement grows at around 24% per annum, our growth rate of production is only around 15%. Not speaking about the quality, but even with the existing quality, there is a gap which is happening, which primarily because the skills actually change faster than the curriculum. Hiring signals demonstrated that there is a new thing which is beyond degrees which is required. And there is very limited amount of work-based learning which actually is required on that. In a way, what we require is we need to make the education process more of a sustainable skills chain as such. അപ്പോൾ ഈ ഒരു മോഡലിൽ ഇത് എയിൽ മാത്രമല്ല റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിലും, ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലും ബ്ലോക്ക് ചെയിനിലും എല്ലാം ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ക്യാൻ വി ആക്ച്വലി ലുക്ക് അറ്റ്, ക്യാൻ യു റീസ്കിൽ പീപ്പിൾ അറ്റ് സ്കെയിൽ ടു മീറ്റ് ദിസ് AI റിക്വയർമെൻറ്റ്സ്? ഒരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഉണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അവർ പ്രയോറിറ്റീസ് ഹൗ ഡു യു സ്കിൽ അറ്റ് ഫാസ്റ്റ്? That's why this becomes a relevant topic for a scale-up meet. കാര്യം നമ്മൾ ഇത് ചെയ്യുന്ന പോലെ ചെറിയൊരു ലെവലിലല്ല നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. വി ആർ തിങ്കിങ് അബൌട്ട് very, very large level skilling which is required as such. And that also require different way of preparing the talent per se. That requires, you need today not people who just use AI, but you need humans who know how to negotiate with the AI and use it. AI എങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യും എന്ന് പറയുന്ന ഹ്യൂമൻസിനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് വളരെ ബ്ലൈൻഡായിട്ട് AI ഉപയോഗിക്കുന്നവരല്ല, വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരെയാണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഓൾസോ റിക്വയർസ് ഹൗ ഡു യു റീഡിസൈൻ ദി പ്രോസസ്സസ്, നോട്ട് ജസ്റ്റ് ടൂൾസ്. ഒരു ടൂൾ ഉപയോഗിക്കുകയല്ല, എങ്ങനെ AI പ്രോസസ്സിലേക്ക്, AI എനേബിൾ പ്രോസസ്സിലേക്ക് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് മാറും എന്നത്. നമുക്ക് ഒരുപക്ഷെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാർട്ടപ്പുകൾക്ക് അറിയാം, ഒരു ലെഗസി ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഓട്ടോമേഷൻ ആയിട്ടാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതേപോലെയാണ് അതിൻ്റെ അടുത്ത ലെവലാണ് AI ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ AI ട്രാൻസ്ഫോർമേഷന് അതിൻ്റെതായ ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. And that is primarily where you really require in the education the learning speed at individual and institutional levels, and then the digital or AI moves from a periphery to the core. You primarily make it as the core as such. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് പറയാം. I did not touch the technologies, but that is something which people actually do. Like for example, you are thinking about AI, data, cloud and things like that. I'm not speaking about that, but those are necessary. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഷിഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. സോ 3 ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ്സ് ആർ ഹാപ്പനിങ്. 1, the jobs are now speaking about workflows, especially in the agentic AI model, where agentic workflow, എവിടെയൊക്കെ നമുക്ക് AI ഏജന്റിനെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഹ്യൂമൻസിനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് നമുക്ക് ഈ കമ്പൈൻഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ വി നീഡ് ടു നോ ഹൗ ഡു യു co-design with AI. So this is a skill which is required if you really wanted to succeed in the newer world per se. And then you need hybrid skill profiles. That means you need a domain expertise. For example, Digital University, which I am coming from, we have understood that what is required is not just people who know AI, but people who know how to apply their AI in their domain. For example, നിങ്ങൾക്ക് AI ഉപയോഗിച്ച് ഒരു ഫാർമറിൻ്റെ ഇൻകം ഇന്നത്തെ 5 ഇരട്ടിയാക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മിൽക്ക് സഫിഷ്യൻസി AI ഉപയോഗിച്ച് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സൊസൈറ്റൽ പ്രോബ്ലംസ് ആർ ദ വൺസ് വിച്ച് റിക്വയർസ് ടു ബി അഡ്രസ്. ഫോർ ദാറ്റ് യു ഷുഡ് നോ വെറ്റിനറി സയൻസ്, യു നീഡ് അഗ്രികൾച്ചർ സയൻസ്, യു നീഡ് കെമിസ്ട്രി, യു നീഡ് ഫിസിക്സ്. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ മുകളിൽ എങ്ങനെ ഒരു AI ലെയർ അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് ഈ ഹൈബ്രിഡ് സ്കിൽ പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. വാട്ട് വി റിക്വയർ ഈസ് നോട്ട് ജസ്റ്റ് പീപ്പിൾ ഹു നോ AI, ബട്ട് പീപ്പിൾ ഹു നോ ഹൗ AI actually smartly become integrated with your current profile as such. And that's basically where we speak about the third level, which we call as a human skills premium. There is a human skills premium happening over there. Idillengil, over the time, machine will actually do things. Routine jobs ellam machine automate cheyapadum. There will be no value for the human skills per se. Human skills varuna samayathu
you are primarily looking at how do you critically think about it. And some of the problems which I said are the problems which we work, for example. So where we are thinking about disaster management, for example. How do I use AI very smartly with multiple other domains to create that? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മുടെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. And that, having said this, currently if you look at it, what happens? Currently നമ്മൾ ചെയ്യുന്നത്, we actually speaks about a knowledge first model. നമ്മുടെ കോഴ്സുകൾ ഒരു 90% കോഴ്സുകളും നമ്മളൊരു തിയററ്റിക്കൽ നോളജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ജോബിന് റെഡി അല്ലാത്തതുകൊണ്ട് there is a set of alternate models of skilled education primarily done by edtech companies. പക്ഷേ ഈ രണ്ടും is not enough. Why? Because knowledge separate, skill separate will not really make a person successful. If you have knowledge, you will succeed long time in life. If you have skills, you may get a job immediately. But if you don't have both of these, then either of this, that is, you have only knowledge, you may not get a job. Unless you get a job, how do you actually become successful in the long run? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കിട്ടുന്ന ജോലിയിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്തൊരു ജോലിയിലേക്ക് പോകും. Naturally, that will not really help you to go great. If you have skills, you may get a job, but since you don't have a knowledge, you will not really grow into the job to the next level per se. That's basically where the next generation requires more, where we require both knowledge and skills. അവിടെയാണ് edtechs-ഉം യൂണിവേഴ്സിറ്റീസും ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയിലേക്ക് വരുന്നത്. Where you are not looking at this or that, but you are trying to create integration of edtech with the university or the education system per se. And that's primarily will lead to the larger canvas which is available into the education space for the startups and the scale-ups per se, which includes as simple as AI literacy for all, which is primarily required because ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലിറ്ററസി ചെയ്യുന്ന പോലെ ഒരു AI literacy, how do you use it, where you use it, where you should not use it. But much more thing is, you look at data foundations, you look at the human skills, you look at the practicable learning, and concepts like stackable learning, which is primarily micro-credentialing and things like that, so that you will be able to actually go higher up in the value. And then finally, at a next level, we also require to have knowledge on the governance and the responsibility aspect of it. All these things will become part of the governance mechanism for the talent creation for the AI person. So larger policy level, ഈ ഒരു ക്യാൻവാസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ക്യാൻവാസിൽ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ റോള് പ്ലേ ചെയ്യാൻ കഴിയും. എവറിഥിങ് നീഡ് നോട്ട് ബി ഡൺ ബൈ വൺ പേഴ്സൺ, ബട്ട് you really require all these things if you really wanted to succeed in the AI world per se. And that's basically where the new 3 levels which we speak about is in the education space. One, AI for everyone. Second, AI for AI plus domain, which is applied aspect, specific domain. പലപ്പോഴും ഇന്ന് AI പഠിക്കുകയും ഡൊമൈൻ വേറെ പഠിക്കുകയും ചെയ്യുന്നൊരു മോഡലാണ്. അതിൽ നിന്ന് മാറിയിട്ട് how do I make it as within the domain as such, and then obviously what we call as the AI specialist, which is primarily the next level of learning person. And this need not be done in one go. This could be done on what we call as micro credentials, specific learning bits coming together to become certificates, will lead to degrees, and then a continuous professional learning person. So having said this, so I will stop within a minute and then I'll take any questions if you have. At this world is primarily where we actually have an advantage of what we call as the newer world of agentic AI, where adaptive practices can be done. In fact, yesterday I was speaking to a group of vice chancellors from open universities in the country. Now, open and distance learning is a thing which trains a large number of people. പക്ഷേ അവിടെ നടക്കുന്ന ഒരു ഇൻട്രാക്ടിവിറ്റി ഇല്ല. ഒരു കണ്ടന്റ് അയച്ചു കൊടുക്കുന്നു, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷെ അവിടെ നമുക്കൊരു ഏജന്റിക് AI മോഡൽസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ we will be able to have learning agents which travel with you. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മോഡൽ. നിങ്ങളുടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു അധ്യാപകൻ സംസാരിക്കുമ്പോഴാണ്.
അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഏജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ്സ് ബേസിക്കലി വേർ വി ഹാവ് ഇൻസ്റ്റന്റ് AI tutors which actually get developed, and we also have instructor co-pilots etc. comes as a part of that. But having said this, any technology എന്ന് പറയുന്നത് ഒരു നൈഫ് പോലെയാണ്, ഒരു കത്തി പോലെയാണ്. അതിനെ എങ്ങനെ പിടിക്കണമെന്നറിയണം, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയണം. അതിന് നമ്മൾ റോങ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഹേർട്ട്. അതിനെ കറക്റ്റായിട്ട് പിടിക്കാൻ പഠിക്കണം, അത് ഉപയോഗിച്ച് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കണം. ഒരു കത്തി കൊണ്ട് ഒരാളെ കൊല്ലാനും കഴിയും, ഒരാളുടെ ജീവൻ രക്ഷിക്കാനും കഴിയും. കത്തി കൊണ്ട് നമുക്കൊരു സർജറി നടത്താം, യു ക്യാൻ ഓൾസോ കിൽ പേഴ്സൺ. സെയിം ഈസ് എ കേസ് വിത്ത് AI ഓൾസോ. യു ക്യാൻ ആക്ച്വലി മേക്ക് responsible, value-based and inclusive AI, which becomes a very, very important element of any education process per se. So let me close by saying that the real educational space, if you look at how AI is going to transform, it transforms in 3 levels. The first we call as, it is an efficiency focused model. ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അതിനേക്കാളും എത്രയോ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. EdTech companies today focuses primarily on that. They try to create, how do you create smart operations, automation, productivity improvement, etc. പക്ഷേ ഇതിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പല ആക്ടിവിറ്റീസും AI തന്നെ ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ സൊല്യൂഷൻസ്. So that actually get replaced very fast. From that you move to the next layer where you are thinking about how do I increase the richness? How do I ensure that the learning becomes much more immersive and interactive? That's the next level as such. But the third level, which is far more effective, is basically where you can create scale-based at the same time personalized. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സെൻട്രലൈസ്ഡ് മോഡലിലേക്ക് അല്ലെങ്കിൽ മാസിഫിക്കേഷൻ മോഡലിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മാസിഫിക്കേഷൻ മോഡലിൽ നിന്ന് നമ്മളൊരു പേഴ്സണലൈസേഷൻ മോഡലിലേക്ക് പോകുമ്പോൾ can we actually keep the same level of efficiency? That's what we call as enhancing the relationships and creating agentic AI and precision education per se. So having said this, it's important for us to understand that we cannot really succeed just by thinking similar to what we were doing. We need to jump from the common thinking as such, because as we all know that we did not get the electric bulb by doing more and more research on candle. We have done it a completely different thought process. അപ്പോൾ AI എഡ്യൂക്കേഷനെയും AI ടെക്നോളജിയിൽ ഇന്ത്യക്ക് ലീഡർഷിപ്പ് എടുക്കുകയും നമ്മുടെ ഓർഗനൈസേഷൻസിലും നമ്മുടെ സ്റ്റാർട്ടപ്പുകളിലും നമ്മുടെ സ്കെയിലപ്പുകളിലും AI ഉപയോഗിച്ച് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അത് ഒരു ഫണ്ടമെൻ്റൽ റീതിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആ ഫണ്ടമെൻ്റൽ റീതിങ്കിങ് ലൈസ് ഓൺ പില്ലേഴ്സ് ഓഫ് കൊളാബറേഷൻ, പില്ലേഴ്സ് ഓഫ് പേഴ്സണലൈസേഷൻ ആൻഡ് പില്ലേഴ്സ് ഓഫ് പ്രഡിക്ഷൻ. ഈ 3 കാര്യങ്ങളും ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുകയുമാണ് വേണ്ടത് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. So with that, let me stop. Thank you very much for a patient listening. If you have any specific questions, I'll be happy to take. Thank you. I think we have 2 minutes more. So if you have any questions, we can, yeah. Hello. Namaskaram, sir. I don't know if you remember me. I have worked with Digital University as in, I've trained people in Digital University for quite some time. Brijesh sir Nopam. So personally, I am an AI, I lead a company where we build AI solutions in healthcare. And I am a trainer as well. The reason I became a trainer is because I understood there's a dearth of knowledge. ആൾക്കാരിൽ AI എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നോളജ് ഡിക്രീസ് ആയി വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ട്രെയിനറായിട്ടും ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ നമ്മൾ പറയില്ലേ, കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ പഠിച്ചോളും. മൊബൈൽ യൂസ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ പഠിച്ചോളും. ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഐ എം ഫേസിങ് ഇസ് നോട്ട് ഹൗ ടു യൂസ് AI. പീപ്പിൾ ആർ നോട്ട് ലേണിംഗ് ഹൗ മച്ച് ടു യൂസ് AI. ടു ദ പോയിന്റ് ദാറ്റ് എൻ്റെ കമ്പനിയിൽ തന്നെ ഐ ഹാവ് ടു സ്റ്റോപ്പ് ദം ഫ്രം യൂസിങ് ടു മച്ച് ഓഫ് AI. ഹൗ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമ്മളൊരു ഗാർഡ് റെയിൽ ഇടേണ്ടി വരും എന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ബിക്കോസ് എല്ലാവരുടെയും കയ്യിൽ ജെമിനയും അവരുടെ ഫോൺസിൽ ജെമിനായി ഉണ്ട്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഡേ, യെസ്റ്റർഡേ ഇറ്റ്സെൽഫ് ഞാൻ കണ്ടു ഒരുപാട് പേര് whenever some discussion is happening, they are searching that in Gemini. പക്ഷേ
കൺസ്യൂമറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഉണ്ടാക്കുന്ന ആളുടെ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് രണ്ട് രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ മച്ച് ടു യൂസ് എങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, വെയർ ടു ബിലീവ്, വെയർ നോട്ട് ടു ബിലീവ്. ബിക്കോസ് ഈ പറയുന്ന സാധനങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എത്തിക്കലി ഡെവലപ്പേഴ്സ് ഓൾസോ ഷുഡ് ബി ടോട്ട് ഹൗ ടു ക്രിയേറ്റ് ബെറ്റർ മോഡൽസ്. ഹൗ ഡു വി ആ ഭാഗവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ, അത് നമ്മൾ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും ഇൻ ഡെവലപ്പേഴ്സ് ടു എത്തിക്കലി ക്രിയേറ്റ് ഗുഡ് എ ഐ, സോ ദാറ്റ് വെൻ യു സേ എല്ലാവർക്കും എ ഐ എന്ന് പറയുമ്പോൾ people who don't know how AI is built might just blindly believe AI, whatever they say, and that can create more problems as well. അപ്പം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ബട്ട് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നും കൂടി പഠിപ്പിച്ച് കൊടുക്കണ്ടേ എന്നുള്ളത് ഒരു ഭാഗം. That's one part of my question. How do we teach them not to just blindly believe AI and to have a reasonable skill to decide AI പറഞ്ഞ കാര്യം ഞാൻ ഇത് കറക്റ്റാണോ അല്ലേ, അതെങ്ങനെ കുട്ടികളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും എന്നുള്ളതും. ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ടെക്നോളജിസ്റ്റുകളുടെ അടുത്ത് ഹൗ ഡു യു റെസ്പോൺസിബിളി മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കുക്ക് അപ്പ് ഇൻഫർമേഷൻ സോ ദാറ്റ് വെൻ സംബഡി ഡസ് യൂസ് യുവർ മോഡൽ ദേ ഡോണ്ട് ഗെറ്റ് ലീനിയേറ്റഡ്. ഈ രണ്ട് ഭാഗം നമ്മൾ എഡ്യൂക്കേഷൻ അല്ലേ? ഇല്ല, അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇത് എയിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മൾ ഈ എന്താ ഫൈൻ പ്രിന്റ് വായിക്കണം എന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരും ജെമിനി ഉപയോഗിക്കണം, അതിൻ്റെ താഴെ തന്നെ എഴുതുന്നു ജെമിനി മേക്ക് മിസ്റ്റേക്സ്, റൈറ്റ്? ഇറ്റ് സേസ് ദാറ്റ്, ബട്ട് വി ഇഗ്നോർ ദാറ്റ്, റൈറ്റ്? We ignore that. So say basically we all know that even today models hallucinate. And models also is based upon the type of data which it has been trained. And many of this data can be synthetic. So വളരെ തമാശയായിട്ട് എടുക്കുകയാണെങ്കിൽ പണ്ട് ഒരു പക്ഷേ ഒരു 10-50 കൊല്ലം മുമ്പേ പ്രായമുള്ള ആൾക്കാർ കാൽക്കുലേറ്റർ ചെയ്തിട്ട് അവർ കൂട്ടി നോക്കുമായിരുന്നു ശരിയാണോ. അപ്പം നമ്മളവരെ കളിയാക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ നമ്മൾ പറയേണ്ടതാണ്, തരുന്ന ഒരു റിസൾട്ട് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. ഇൻഫാക്ട് if you don't know, at least check with another AI tool whether it is correct or not. So that's a important aspect of a learning per se, that you don't take anything which comes from the machine blindly, but at the same time machine actually give you a far faster solutions per se. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ടെക്നോളജിയെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻഫാക്ട് യു ഷുഡ് നോ ഹൗ ടു റൈറ്റ് എ ഡീറ്റെയിൽ പ്രോംപ്റ്റ്. ഇപ്പം നമ്മൾ പലപ്പോഴും വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ ടൂളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുമ്പോൾ ഇത് ഒരുപാട് എൻവറോൺമെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് ഇത് ഇൻഫാക്ട് ദർ ഇസ് എൻ AI dumping which happens, right? Because the cost which is incurred for answering a prompt is not what we charge. We pay much smaller than that. So it is being ഒരു ബിസിനസ് മോഡലിലെ പാർട്ടായിട്ട് നമുക്കത് തരികയാണ് ചെയ്യുന്നത്, which is also an ethical issue on that. But coming back to the specific point which you said, the guardrails are extremely important, and that guardrails are something which the parents should do at the school level, teachers do at the school level. അപ്പോൾ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതിനെ പഠിപ്പിക്കരുത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത് എന്നുള്ളതല്ല, അതിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നതാണ് നമ്മുടെ ഓറിയന്റേഷൻ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ 1 ബില്യൺ ആൾക്കാരെ NCVT AI അവെയർ ആക്കണം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. It's not just that we will give them all Gemini or we will all give them Llama or Meta or something like that and do it. No. But how do we actually use it in a very progressive and a proactive manner to what we want? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കത്തി എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. If you catch it on the blade, you will get hurt. If you catch it on the handle, you can use that. ഇത് ശരിക്കും നമ്മുടെ പാർട്ടായിട്ട് വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. Some of the areas you need to use AI because they are actually highly automatable. Highly automatable ആയതിന് മെഷീൻ തന്നെയാണ് നല്ലത്, അത് മനുഷ്യൻ്റെ ആവശ്യമില്ല. പക്ഷേ having said this, there are areas where human interventions is required. At least the AI as of today, because general AI has still not come, the Gen AI which is coming, you really require a human in the loop in most of the aspects as such. So that is something which can be given through training on that. So you can actually show some examples where the AI created problem. I'll give you one example of mine. I was planning to give a talk to a group of vice chancellors some time back, and just I asked at that point of time ChatGPT, give me some examples of this in Indian context.
So it gave me the example of IIT Jodhpur using it for some student thing, IIT MIT using it for something like that, 2-3 Indian examples it gave. So since I always wanted to check it, I said, give me the references. So he told me, no, these are all potential examples. It actually gave me as a theoretical examples on this. Now think about the situation. If I have presented it in an audience and IIT Jodhpur director is sitting in front of me and I showed that IIT Jodhpur is actually using this AI tool and he says, when am I using it? This sort of these examples are for many of us. So as a leader of a company or a founder of a company, you should actually show to your employees during your training programs how hallucinations can create large level of customer distrust. Right. That examples and stories which we need to develop. പക്ഷേ അതിനർത്ഥം ഇത് ഉപയോഗിക്കരുതെന്നുള്ളതല്ല. പക്ഷേ സാർ അത് എങ്ങനെ നമ്മുടെ ഇപ്പം ഞാനൊരു ഫ്രഷറിനെ ഹയർ ചെയ്യുവാണ്, AI ഫ്രഷറിനെ. എൻ്റെ AI ഡെവലപ്പർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, നമ്മൾ ഹെൽത്ത് കെയർ ആയതുകൊണ്ട് വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഹി ആസ്ക്ഡ് മീ, ചേച്ചി പനി കാണുന്നുണ്ട് പേഷ്യൻറ്റിൽ, ബോഡി പെയിൻ കാണുന്നുണ്ട്, ഹെഡേക്ക് കാണുന്നുണ്ട്, ഞാനിത് കോവിഡ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യട്ടെ, ഞാൻ ഡേറ്റ ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു, ഡ്യൂഡ് യു ആർ നോട്ട് എ ഡോക്ടർ, യു കാൺ ഡു ദാറ്റ്. പക്ഷേ ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ഡെവലപ്പറിനോട് എനിക്ക് പറയാൻ പറ്റും. കയറി വരുന്നൊരു AI ഫ്രഷറിനെ how do I test that he's been taught? So basically humans learn from mistakes. So create situations in your training program, create mistakes where they will make AI and fail. അതാണ് ഏറ്റവും നല്ല solution. That will actually create them to understand that. But that is not to alienate from AI, but to see how AI can be used responsibly. And over the period, technology learns better. That's right. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ആ ഗാർഡ് റെയിൽസ് അങ്ങനെയാണല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയോട് തീ പിടിക്കരുത്, തീ തുടരുതെന്ന് പറയുന്നത്. തീ തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തൊടാൻ പോകും. അപ്പോൾ we will give a mild fire to him. So she will go and catch that fire and get a shock. And then she will, next time on, she will learn that don't use it. I think we need to give such mild shocks in the AI learning also. I completely agree, sir. Thank you, sir. Thank you. Any other question? Yeah. Just one last question. I think. എൻ്റെ പേര് സുരേഷ്. ഒരു ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ കേരളം അത്യാവശ്യം നല്ല ഒരു വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരുപാട് PGs എല്ലാ ഗ്രാജുവേറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ പോലും ഇല്ല. ഒരു CV ഉണ്ടാക്കണമെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോകും, അല്ലെങ്കിൽ DTPയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റീനെ നമ്മൾ എങ്ങനെ ഒരു AIയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും? അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്താഗതി ഇപ്പോൾ നടന്നിട്ടുണ്ടോ? അതിൽ രണ്ട് കാര്യം. ആദ്യത്തെ പോയിന്റ് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇൻഫാക്ട് ഡേറ്റ ഓൾസോ ഷോസ് ദാറ്റ് ഇന്ത്യയിലെ IT ഡെവലപ്പേഴ്സിൽ, ഈ കേരളത്തിലല്ല, ഇന്ത്യയിലെ IT ഡെവലപ്പേഴ്സിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. I think around 16-17%. Perhaps ഒന്നാമതോ രണ്ടാമതോ ആയിരിക്കും ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റും വാലിഡ് ആണ്. അതായത് പലപ്പോഴും നമുക്ക് ഒരു ഗവേണൻസ് സൊല്യൂഷൻസ് നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാറില്ല. അക്ഷയ ഇപ്പോൾ അതിന് വേറൊരു റീസൺ ഉണ്ട്. അതിൻ്റെ പല സൊല്യൂഷൻസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ദാറ്റ് ഇസ് അനദർ പ്രോബ്ലം വിച്ച് വി ഡിസ്കസ് വിത്തിൻ ദ ഗവൺമെൻറ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ആസ് സച്ച്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് AI പോകാൻ പറ്റില്ല എന്നുള്ളതല്ല കാര്യം. AI പോകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് തിങ്കിങ് ആണ്. അങ്ങനെ ഒരു മാസീവ് സ്കില്ലിങ് ആവശ്യമുണ്ട്. ഇൻഫാക്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെ AI ട്രെയിൻ ചെയ്തത് കേരളമാണ്. വി ഹാവ് എ മാസീവ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ സ്കൂൾ ടീച്ചേഴ്സ് ഇൻ AI. ഗവൺമെൻറ് സ്കൂൾസിലെ കരിക്കുലത്തിൽ നമ്മൾ AI ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ദർ ഈസ് എ സ്ട്രോങ് തിങ്കിങ് ഇൻ പീപ്പിൾ, policy makers, that there is a requirement of moving into the AI world in a very proactive and a progressive manner. പക്ഷെ ആ പ്രോഗ്രസീവ് മാനറിൽ പോകുമ്പോൾ നേരത്തെ ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇതൊരു വെറും പെരിഫറൽ യൂസിലേക്ക് മാത്രം നിൽക്കുമോ എന്നതാണ് നമ്മൾ വറി ചെയ്യേണ്ടത്. ആ ഒരു ഡെപ്ത് ഓഫ് നോളജ് നമ്മൾ ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള കോൺഫറൻസുകളും മറ്റുമാണ് അതിലെ ഡിസ്കഷൻ വേദികളായിട്ട് വരേണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യും. അത് ദ വേ വി അഡോപ്റ്റഡ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. somebody was telling me that വേൾഡിൽ തന്നെ ഇന്ത്യയിലുള്ള പോലെ AI കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പ്രദേശങ്ങളും കുറവാണെന്നാണ് പറയുന്നത്. പലരും അതിനെക്കുറിച്ച് ബോധേഡല്ല. പക്ഷേ ഇവിടെ നമ്മൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്, വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്, വി ആർ ട്രൈങ് ടു ചേഞ്ച് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു
ഒരു നോളജ് ബേസ് ഉണ്ടാക്കുകയും ഇതൊരു കാര്യം മലയാളിക്ക് എപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള മെക്കാനിസംസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരു സ്റ്റാർട്ടപ്സിനും സ്കെയിലപ്സിനും ഒക്കെ വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് ഷിഫ്റ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഐ തിങ്ക് ഐ ഡോണ്ട് നോ താങ്ക് യു സോ മച്ച് സർ. ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ് നമ്മളിപ്പം വൈൻഡ് അപ്പ് ചെയ്യാണ്. So last question. Yeah, sure, please, last question. Last question. Your session now, right? Yeah. സാർ, എൻ്റെ പേര് കുഞ്ഞലവി, ആനമങ്ങാട്ട് നിന്നാണ് വരുന്നത്. സാർ, നേരത്തെ ഇവിടെ ഇന്നലെ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ AI യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയൊക്കെ കുറിച്ചിട്ട് പറയണ്ടായി. പക്ഷേ എനിക്ക് അതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് ചോദിക്കാൻ ടൈം കിട്ടിയില്ല, അപ്പോഴേക്ക് സെഷൻ മാറ്റി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഭക്ഷണത്തിലൊക്കെ ഈ മായം ചേർക്കൽ വ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മായം ചേർക്കൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ AI ഉപയോഗിച്ച് എന്നൊരു സംശയമാണ്. പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഡയറക്റ്റായിട്ട് ഉള്ള സെൻസേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും സെൻസേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഇപ്പോഴും വേറൊരു കാര്യമുള്ളത്, നമ്മളെല്ലാവരും നമ്മുടെ ഒരുപാട് ഡേറ്റ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. ഒരിടത്തു നിന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള റെസ്പോൺസസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് അതിൻ്റെ എസെൻസ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിങ്സ് മാത്രമായിരിക്കും. പക്ഷേ ആ കമൻസ് ഒന്നും പലപ്പോഴും കാണാറില്ല. ഇപ്പോൾ ഒരിടത്തു നിന്ന് ആഹാരം കഴിക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു, ഞാനത് മിക്കവാറും എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇങ്ങനെയുള്ള ഡേറ്റയെ നമുക്ക് കൊളേറ്റ് ചെയ്യാൻ ടെക് ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് റെസ്റ്റോറൻറ്റ് മേഖല എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ പല മേഖലകളിലും ഉണ്ട്. അതായത് അവർ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ് കൊളേറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന രീതിയിൽ റേറ്റിംഗ്സ് കൊടുക്കുന്ന സൊല്യൂഷൻസ് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് പലരും. അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഒന്ന്, ഡയറക്റ്റായിട്ട് IoT പോലെയുള്ള ഡിവൈസസ് കൊണ്ട് ചെയ്യാൻ പറ്റുക. രണ്ട്, നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് എടുത്തിട്ട് ആക്സസ് ചെയ്യുക. മൂന്ന്, സോഷ്യൽ മീഡിയ പോലെയുള്ള കോമൺ ഫിലോമിനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതെല്ലാം അതിനൊക്കെ ഒരു റവന്യൂ മോഡൽ കണ്ടുപിടിക്കേണ്ടി വരും. കാര്യം എന്താണ് അതിന് റവന്യൂ മോഡൽ വരുന്നത് എന്നത് ദാറ്റ്സ് അനദർ ഓപ്പർച്യൂണിറ്റി. പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് പോസിബിൾ പ്രൊവൈഡഡ് യു ക്യാൻ ഹാവ് ദ ഡേറ്റ അവൈലബിൾ. Okay, thank you very much, and thank you for a very patient listening, and wish you all the very best. Thank you. Thank you, sir. Requesting you to stay back just for a moment, because we would love to present you a token of appreciation, a token of love from our side to the center, please. So, ladies and gentlemen, let me welcome Mr. Riaz, PM, Executive Director of KDISC, to hand over a token of appreciation to our very respected Mr. Saji Gopinath, sir, on behalf of the entire team from Scaleup. Can we have a big round of applause, everybody together? So that's it, and he was talking on the topic envisioning the AI era, technology and education, and that was truly a wonderful session.